ഹായ്, സഹദേവ് മാഷാണ്. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്കവാറും കുട്ടികളുടെ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് മാർച്ച് അവസാനം സ്കൂൾ അടക്കാറായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടികൾ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ജിയോമെട്രിക്കൽ പാറ്റേൺസ് പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പരീക്ഷാ സമയമായതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇനി മുതൽ കഴിയുന്നതും 1-2 ദിവസം കൂടുമ്പോൾ ഓരോ പുതിയ ചിത്രങ്ങൾ, അതിൻ്റെ കൃത്യമായ നിർമ്മിതി. അപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ചെറിയ കുട്ടികളുമുണ്ട്, LP തലത്തിലും UP തലത്തിലും പഠിക്കുന്ന കുട്ടികളും കൂടെ ഉണ്ട്. ഒപ്പം ഹൈസ്കൂൾ കുട്ടികളുടെയും പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രൂപത്തിൽ, അതായത് വളരെ ലളിതമായി എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വളരെ ലളിതമായി ഓരോ ഉപകരണങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നും കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ്. നിങ്ങളിത് മേളക്കൊക്കെ ചാർട്ട് പേപ്പറിലേക്ക് വരയ്ക്കുമ്പോൾ ഈ ഒരു ചിത്രം ഇരട്ടി അളവെടുത്ത് വരയ്ക്കുകയാണ് വേണ്ടത്. ഈ ചിത്രം ഞാൻ എല്ലാം ചെയ്തിരിക്കുന്ന 2 സെൻറ്റിമീറ്ററിലാണ്. അതായത് എല്ലാ വരകളും ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എത്തുമ്പോൾ 2 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആർക്ക് വീശി വരയ്ക്കുന്നതിൻ്റെ പ്രാധാന്യം, ആർക്ക് വീശി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്ക് വീശാൻ ഉപയോഗിക്കുന്ന കോമ്പസിലെ പെൻസിൽ അത് അതേപോലെ പിടിച്ചിട്ട് നേർവര വരയ്ക്കാൻ പാടില്ല എന്നൊക്കെ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നൊക്കെ വളരെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു പുതിയ ചിത്രമാണ്, ഒരു 3D എഫക്റ്റുള്ള ചിത്രമാണ്. A4 പേപ്പറിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചിത്രമാണ്. A4 പേപ്പറിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചിത്രമാണ്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ ചെയ്യുക. അപ്പോൾ രക്ഷിതാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾക്ക് A4 പേപ്പറും അതുപോലെ പിന്നെ അത്യാവശ്യം കളറുമൊക്കെ വാങ്ങിക്കൊടുത്താൽ കുട്ടികൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് താല്പര്യമുള്ള ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകും. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ 2 മാസം കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ ഒരു പുതിയ ആൽബം, ജിയോമെട്രിക്കൽ ചാർട്ട്, ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ ഒരു ആൽബം അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്തരം വീഡിയോ രക്ഷിതാക്കളിലേക്കും കുട്ടികളിലേക്കും ടീച്ചേഴ്സിലേക്കുമൊക്കെ എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ അത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സഹകരിക്കണമെന്നും നിങ്ങളുടെ കൂട്ടുകാരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ ചിത്രത്തിൻ്റെ നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. A4 പേപ്പർ കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇത് 100 GSM കട്ടിയുള്ളത്, സാധാരണ 60 GSM 70 ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മധ്യബിന്ദു അടയാളപ്പെടുത്തേണ്ടത് 10.5 സെൻറ്റിമീറ്ററിലാണ്. അതായത് ഒരു A4 പേപ്പറിൻ്റെ വീതി 21 സെൻറ്റിമീറ്ററാണ്, അതിൻ്റെ മിഡ് പോയിൻ്റ് 10.5 സെൻറ്റിമീറ്റർ. അപ്പോൾ മിഡ് പോയിൻ്റ് ഉൾപ്പെടുന്ന ഒരു 2+2 4 സെൻറ്റിമീറ്ററിലാണ് ഇപ്പോൾ വരച്ചത്. അപ്പോൾ ആ വരയിൽ ചേർത്ത് വെച്ചുകൊണ്ട് 0, 45 ഡിഗ്രി, 90, 135, 180 എന്നീ പോയിൻ്റുകൾ അടയാളപ്പെടുത്തി. അതിനുശേഷം പ്രൊട്രാക്ടർ തിരിച്ച് വെച്ച് വീണ്ടും 45, 90, 135 എന്ന് അടയാളപ്പെടുത്തുകയാണ്. പിന്നീട് ഇതേപോലെ 2 മേലെയും 2 താഴെയും, അപ്പോൾ 2+2 4 സെൻറ്റിമീറ്ററാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ സ്കെയിൽ വെച്ചിരിക്കുന്നത് 45 ഡിഗ്രിക്ക് നമ്മൾ അടയാളപ്പെടുത്തി ആ പോയിൻ്റ് ടച്ച് ചെയ്തുകൊണ്ടാണ്. ഒരു വരയും കൂടെ. അപ്പോൾ മധ്യഭാഗത്ത് നമ്മളൊരു സെൻറ്റിമീറ്റർ, ഇപ്പോൾ 6 വെച്ചതെങ്കിൽ 2 സെൻറ്റിമീറ്റർ അപ്പുറത്തും 2 സെൻറ്റിമീറ്റർ ഇപ്പുറത്തുമായിട്ട് 4 സെൻറ്റിമീറ്റർ തുടർച്ചയായിട്ട് വരയ്ക്കുകയാണ്. ഇനി റേഡിയസ് 2 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ റേഡിയസ് കോമ്പസിലെടുത്തതിന് ശേഷം ആർക്ക് വീശുകയാണ്.
തിരിച്ചും മറിച്ചും മാർക്ക് വീശിക്കൊണ്ട് മുറിക്കുകയാണ്. ഓക്കെ, അങ്ങനെ 8 ഭാഗത്തും 8 ഭാഗത്തും ആർക്ക് വീശി. അപ്പോൾ ആർക്ക് വീശാൻ നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ നിറം കുറഞ്ഞ പെൻസിൽ തന്നെയായിരിക്കണം. നിറത്തിൽ ആർക്ക് വീശുമ്പോൾ അത് പിന്നീട് മായ്ച്ചു പോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. യെസ്, അതുപോലെ ആർക്ക് വീശുന്ന അതേ പെൻസിൽ കൊണ്ടല്ല വരയ്ക്കുന്നത്. വരയ്ക്കാൻ വേണ്ടി, നേർവര വരയ്ക്കാൻ വേണ്ടി നമ്മൾ വേറെ പെൻസിൽ തന്നെ എടുക്കണം. അത് കുറച്ച് നിറമുള്ള പെൻസിലായാലും കുഴപ്പമില്ല. അപ്സരയുടെ ലേശം ഒരു നിറമുള്ള പെൻസിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇത് തന്നെ തുടരുകയാണ്. അങ്ങനെ 8 ഭാഗത്തും നമ്മൾ ചെയ്യുമ്പോൾ എട്ട് കോണുള്ള നക്ഷത്രമായി തീരും. യെസ്, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 8 റോംബസാണ് ഉണ്ടാകുക. ആ 8 ഒരേപോലെ തന്നെയായിരിക്കും. ആ വശങ്ങളുടെ നീളം 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ ചെറിയ ഏങ്കിള് 45 ഡിഗ്രിയും വലിയ ഏങ്കിള് 135 ഡിഗ്രി ആയിരിക്കും. 8 സമഭുജ സാമാന്തരികങ്ങൾ ചേർന്ന് ഒരു സ്റ്റാർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയും അടുത്തതും 2 സെൻറ്റിമീറ്റർ ആർക്ക് തന്നെയാണ്. 2 സെൻറ്റിമീറ്റർ റേഡിയസ് തന്നെ എടുക്കുന്ന ആർക്ക് വീശുകയാണ്, തിരിച്ചും മറിച്ചും. അതുപോലെ അത് 8 ഭാഗത്തും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും വിശദമായിട്ട് പറയുന്നത് നമ്മളെ കൂട്ടത്തിൽ ചെറിയ കുട്ടികളും അതുപോലെ പുതുതായിട്ട് വരച്ചു തുടങ്ങുന്ന കുട്ടികളും ഉള്ളത് കൊണ്ടാണ്. യെസ്, അപ്പോൾ ആർക്ക് നിറത്തിൽ വീശരുത്. നമുക്കത് മായ്ച്ച് പോക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനി സ്കെയിൽ വെച്ച് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. ഒരേ സമയം തന്നെ 2 ഭാഗത്തും വരയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ, മേലെയും താഴെയും നമുക്ക് വരച്ചെടുക്കാം. യെസ്, അപ്പോൾ ചെയ്യുന്നത് വളരെ കൃത്യതയോടെ. ഇതാണ് പറഞ്ഞത്, ആദ്യം നമ്മൾ എടുക്കുന്ന ആ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഈ ചിത്രം അവസാനിക്കുന്നത് വരെ അത് തന്നെയായിരിക്കണം. അപ്പോൾ അതിനിടയ്ക്ക് കോമ്പസ് ചെറുതാക്കാനോ വലുതാക്കാനോ പാടില്ല. കോമ്പസിൽ നിന്ന് പെൻസിൽ അഴിച്ചെടുക്കാനോ പാടില്ല. അതൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ 8 സ്ക്വയർ, നമുക്ക് നേരത്തെ 8 റോംബസ് സമഭുജ സാമാന്തരികയാണ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ 8 സ്ക്വയറാണ്, സമചതുരങ്ങളാണ് 8 കിട്ടിയിരിക്കുന്നത്. ഇനി വീണ്ടും പുറത്തേക്ക് ആർക്ക് വീശുകയാണ്. ആ 8 ഭാഗത്തും ആർക്ക് വീശി മുറിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് യോജിപ്പിച്ചെടുക്കുമ്പോൾ വീണ്ടും 8 റോംബസ് പുറത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ ഘട്ടവും ഇങ്ങനെ റോംബസായിട്ടും ഒന്നിടവിട്ട് റോംബസായിട്ടും ഒന്നിടവിട്ട് സ്ക്വയറായിട്ടും ആ ഡിസൈന് വലുതായി വരുന്നത് കാണാം. യെസ്, ഇപ്പോൾ വരയ്ക്കുമ്പോഴും ഒരു എളുപ്പ വഴിയുണ്ട്. അവിടുന്ന് ആ 2 ആർക്ക് മുറിഞ്ഞ ഭാഗത്തും ചേർത്ത് ഒറ്റ വര വരയ്ക്കാം. 4 സെൻറ്റിമീറ്റർ, 2 + 2 4 സെൻറ്റിമീറ്റർ ഒന്നിച്ച് വരയ്ക്കാം. യെസ്, അങ്ങനെ 8 വശത്തും വരച്ചു വരുമ്പോൾ ഒരു 8 വശങ്ങളുള്ള 8 കോണുകളുള്ള ഒരു ബഹുഭുജം, ഒരു പോളിഗണാണ് കിട്ടുക. ഒക്ടഗൺ, മലയാളത്തിൽ അഷ്ടഭുജം എന്ന് പറയും. 8 വശങ്ങളുള്ള, അതും റെഗുലറായിട്ടുള്ള ഒരു പോളിഗണാണ് കിട്ടുക. യെസ്, ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തത് 16 റോംബസും 8 സ്ക്വയറുമാണുള്ളത്.
ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോകുമ്പോൾ 8 സ്ക്വയറാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. സ്കെയിൽ ഉപയോഗിച്ച് അവിടെയുള്ള ഒരു 2 സെൻറ്റിമീറ്റർ വരയോട് ചേർത്ത് വെച്ച് അത് 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. 0 ഒരറ്റത്ത് വെച്ച് 2 ആ മധ്യബിന്ദുവിലുണ്ട്, വീണ്ടും 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക്. അപ്പോൾ പുറത്തേക്കൊരു വി ഷേപ്പ് തള്ളി പുറത്തേക്ക് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അത് രണ്ടും 2 സെൻറ്റിമീറ്ററും ആയിരിക്കും. യെസ്, ഇങ്ങനെ 8 വശത്തും കൃത്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വരയോട് ചേർത്ത് 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. യെസ്, ഇവിടെയും അങ്ങനെ തന്നെ, അങ്ങനെ 8 ഭാഗത്തും ആ രൂപത്തിൽ ചെയ്യുക. അപ്പോൾ ചെറിയ കുട്ടികളാണ് ചെയ്യുന്നതെങ്കിൽ LP തലത്തിലുള്ള കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ആദ്യഘട്ടത്തിൽ വീട്ടിലുള്ള മുതിർന്നവരുടെ സഹായം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള അച്ഛനോ അമ്മയോ സഹായിക്കാനുണ്ടെങ്കിൽ കുട്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്ന കുട്ടികളുണ്ടെങ്കിൽ, ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ UP തലത്തിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാൻ കഴിയും. ഒറ്റയടിക്ക് ചെറിയ കുട്ടികൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു ഹെൽപ്പ് അവർക്ക് ആവശ്യമാണ്. പിന്നീടൊരു താല്പര്യവും അതിൻ്റെ ഒരു രീതിയും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തനിച്ച് ചെയ്യാൻ പറ്റും. യെസ്, നമ്മളിപ്പോൾ 8 ഭാഗത്തും അത് ആ വി ഷേപ്പ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവിടുന്ന് വീണ്ടും 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക് ആർക്ക് വീശിയെടുക്കണം? 2 സെൻറ്റിമീറ്റർ തന്നെയാണ് എടുക്കുന്നത് പുറത്തേക്ക്. അങ്ങനെ 8 ഭാഗത്തും അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വീണ്ടും 8 സ്ക്വയർ പുറത്ത് കിട്ടും. അപ്പോൾ ഇത് പൂർത്തിയാകുമ്പോൾ 16 റോംബസും അതുപോലെ 16 സ്ക്വയറും ചേർന്നിട്ടുള്ളൊരു രൂപമാണ് കിട്ടുക. എല്ലാ സ്ക്വയറും ഒരുപോലെ തന്നെയാണ്, അതുപോലെ എല്ലാ റോംബസും ഒരുപോലെ തന്നെയാണ്. ഇത് ഒന്നിച്ച് വരക്കാം, ഇവിടെയും ഇങ്ങനെ ഒരുമിച്ച് വരക്കാൻ പറ്റുന്നൊരു രീതി. താഴെയും അതേപോലെ തന്നെ ചെയ്യും. സ്കെയിൽ വെക്കുമ്പോൾ രണ്ടും ഒരേ രൂപത്തിൽ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഓരോന്നായിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ പുറത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന സ്ക്വയറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ 8 സ്ക്വയർ നമുക്ക് പുറത്ത് കിട്ടും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന 8 സ്ക്വയറും, അപ്പോൾ 8 8 16 സ്ക്വയർ, അതുപോലെ തന്നെ 16 റോംബസുമാണ് നമ്മളെ കയ്യിൽ കിട്ടുന്നത്. മറ്റൊന്ന് ഈ ചിത്രത്തിൻ്റെ ഏങ്കിളാണ്. ചിത്രത്തിൽ എവിടെ നിങ്ങൾക്ക് നോക്കിയാലും 3 തരത്തിലുള്ള വ്യത്യസ്ത ഏങ്കിളാണ് കാണാൻ പറ്റുക. ഒന്ന് 45 ഡിഗ്രി, മറ്റൊന്ന് 135 ഡിഗ്രി, മറ്റൊന്ന് 90 ഡിഗ്രി. യെസ്, അതുപോലെ ഇവിടെ ഈ സ്റ്റെപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക്. അപ്പോൾ സ്കെയിൽ വെക്കുന്നത് ഒന്ന് ശരിക്ക് നോക്കുക. അവിടെ പാരലായിട്ട് 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക് വരണം. അതിനു വേണ്ടി സ്കെയിലിൻ്റെ മേലേ ഭാഗം എവിടെയാണ് ടച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാനൊന്നും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ക്യൂബ് ഉണ്ടായി വരും. ഇനി അടുത്തത് മധ്യബിന്ദുവിൽ മിഡ് പോയിൻറ്റിലാണ് സ്കെയിലിൻ്റെ അറ്റം വെക്കുന്നത്. പുറത്തേക്ക് ആ മൂലയിൽ നിന്നും പുറത്തേക്ക് 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക് ഇടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് സ്കെയിൽ വെച്ചാൽ മതി. ഏതെങ്കിലും ഒരു സെൻറ്റിമീറ്റർ കണക്കാക്കി, ഇപ്പോൾ 6-ലാണെങ്കിൽ 6 + 2 8 സെൻറ്റിമീറ്റർ വരെ, 5-ആണെങ്കിൽ 5 + 2 7 സെൻറ്റിമീറ്റർ വരെ. ആ രൂപത്തിൽ സെൻറ്റിമീറ്റർ കണക്കാക്കി വെക്കുമ്പോൾ നമുക്കൊരു സൗകര്യമുണ്ട്. ഒന്നും കൂടെ നോക്ക്. അവിടുന്ന് 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക്, അതിന് പാരലലായിട്ട് കിട്ടാൻ വേണ്ടി അവിടുന്ന് 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക്. അപ്പോൾ സ്കെയിൽ വെക്കുമ്പം ഏറ്റവും ഉള്ളിലുള്ള റോംബസിൻ്റെ സൈഡ് ചേർത്താണ് സ്കെയിൽ വെക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. യെസ്, ഇവിടെയും
ആ സൈഡിനോട് മേലെ വെച്ച് ആ സൈഡിനോട് ചേർത്ത് 2 സെൻറ്റിമീറ്റർ താഴ്ത്തുന്നു. ഇവിടെയും 2 സെൻറ്റിമീറ്റർ താഴ്ത്തുന്നു. പിന്നീട് അത് ചേർത്ത് വരയ്ക്കുമ്പോൾ അവിടെയും ഒരു സമചതുര കട്ട, ഒരു ക്യൂബ് ഉണ്ടായി മാറും. യെസ്, ഇങ്ങനെ 8 വശത്തും ചെയ്യണം. അപ്പോൾ അപ്പോഴൊക്കെ സ്കെയിലിൻ്റെ അറ്റം അവിടെ മിഡ് പോയിൻറ്റിലായിരിക്കണം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെയും വരക്കുന്ന എല്ലാ വരകളും 2 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനിയിപ്പോൾ ചിലത് നേർവരയിൽ വരുന്നുണ്ട്, അത് 2+2 ആയിട്ടാണ് വരുന്നത്. തൊട്ടടുത്ത പോയിൻറ്റിലേക്ക് 2 സെൻറ്റിമീറ്ററാണ്. 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക്, അതിന് പാരലലായിട്ട് അവിടുന്നും 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക്. ഇനി എതിർവശത്തും അതുപോലെ തന്നെ. പിന്നീട് അത് യോജിപ്പിച്ച് ചെയ്യുന്നു. യെസ്, ഇത്ര വിശദമായിട്ട് പറയുന്നത് നമ്മളെ പുതുതായിട്ട് ഈ രംഗത്ത് വരുന്ന കുട്ടികളും ചെറിയ കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അതുപോലെ രക്ഷിതാക്കൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിശദമായിട്ട് തന്നെ കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. യെസ്, ഒന്നും കൂടെ അതുപോലെ ചെയ്തെടുക്കേണ്ടതുണ്ട്. സ്കെയിലിൻ്റെ അറ്റം അവിടെ മിഡ് പോയിൻറ്റിൽ വെക്കുന്ന 2 സെൻറ്റിമീറ്റർ പുറത്ത്, അതിന് പാരലലായിട്ട് 2 സെൻറ്റിമീറ്റർ വീതം ഇരുവശങ്ങളിലും വരച്ച് അത് യോജിപ്പിക്കുന്നു. ഇപ്പോൾ 8 16 റോംബസ് വീണ്ടും നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു കേട്ടോ. റോംബസിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇനി ഇവിടെ സ്ക്വയർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്ക്. ലെഫ്റ്റും റൈറ്റും, ഇല്ലെങ്കിൽ മേലെയും താഴെയും 2 ഓപ്പോസിറ്റ് സൈഡിൽ ഒരേ സമയം ചെയ്യാം. 2 സെൻറ്റിമീറ്റർ പുറത്തേക്ക് എടുക്കുകയാണ്. അത് യോജിപ്പിച്ചാൽ അവിടെ ഇരുവശങ്ങളിലും അവിടെയും അതിൻ്റെ എതിർവശങ്ങളിലും സ്ക്വയർ കിട്ടും. യെസ്, അടുത്തത് ഇവിടെയും അങ്ങനെ തന്നെ. യെസ്, ഈ രൂപത്തിൽ 4 സൈഡിലേ ചെയ്തോളൂ. 8 ചെയ്യാൻ അവിടെ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് 1 ഇടവിട്ട 4 എണ്ണത്തിലാണ് നമ്മൾ സ്ക്വയർ പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും 8 സ്ക്വയർ വീണ്ടും ചെയ്തെടുത്ത് നമ്മൾ അളവ് റെഡി ആണെങ്കിൽ ഇതുപോലെ സ്കെയിൽ ഒരു സമയം വെച്ച് കഴിഞ്ഞാൽ 2 ഭാഗത്തും നമുക്ക് വരച്ചിടാം. അപ്പോൾ അതുകൊണ്ടാണ് മാത്സിൻ്റെ ആ സൂക്ഷ്മത, കൃത്യത എന്നൊക്കെ പറയുന്നത്. യെസ്, ഇനി ഒരു വട്ടം കൂടെ നമുക്ക് ആർക്ക് വീശി പുറത്തേക്ക് കൊണ്ടുപോകണം. 2 സെൻറ്റിമീറ്റർ തന്നെ പുറത്തുള്ള അതും കൂടെ സമചതുര കട്ടകളായി കിട്ടണം. യെസ്, 1 2. അപ്പോൾ ഒരു സൈഡിൽ തന്നെ ലെഫ്റ്റും റൈറ്റും നമുക്ക് വരച്ച് മുറിക്കാനുണ്ടാവും. അങ്ങനെയുള്ള 4 സ്ഥലത്തും മുറിക്കുമ്പോൾ 8 എണ്ണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യം തുടങ്ങുമ്പോഴെങ്ങനെയാണോ കോമ്പസ് എടുത്തത് ആ രൂപത്തിൽ തന്നെ. ഒരിക്കലും ആ കോമ്പസ് എന്ന് ആ പെൻസിൽ അഴിക്കാൻ പാടില്ല. കോമ്പസ് വലുതും ചെറുതോ ആക്കാൻ പാടില്ല. അതേ രൂപത്തിൽ തന്നെ പെൻസിൽ അതിലുള്ള കോമ്പസും നിലനിർത്തണം. ഇവിടെയും ഒരു നേർരേഖ കൊണ്ട് അത് നമുക്ക് യോജിപ്പിച്ച് വരക്കാം. 2+2 4 സെൻറ്റിമീറ്റർ, ഇരുവശങ്ങളിലും 2 സെൻറ്റിമീറ്റർ വീതമാണ്. നമ്മൾ ആർക്ക് വെച്ച് മുറിച്ച് ആ ഭാഗത്താണ് 2 ആർക്കും കൂടെ കൃത്യമായിട്ട് വരുന്ന രൂപത്തിലാണ്. ഇനി ഇതും ചേർത്ത് ഒരുമിച്ച് വരയ്ക്കാം. ഇപ്പോൾ താഴെയും മേലെയും ഒരേ സമയം തന്നെ വരയ്ക്കുക.
അപ്പോൾ വീണ്ടും അവിടെ ഒരു സമുദ്രക്കട്ട ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൽ സമഭുജ സാമാന്തരികങ്ങളും അതുപോലെ സ്ക്വയറും സമചതുരങ്ങളും ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. യെസ്. അപ്പോൾ നമ്മളെ ചിത്രം ആ പെൻസിൽ കൊണ്ടുള്ള വര കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഡാർക്കാക്കി പെർമനൻ്റ് മാർക്കർ, ബോൾഡ് പെർമനൻ്റ് മാർക്കർ കൊണ്ട് വരക്കണം. അങ്ങനെ വരക്കാൻ വേണ്ടി നമ്മൾ നേരത്തെയുള്ള സ്കെയിലിൻ്റെ അടിവശത്ത് ഒരു സോള്, ഒരു ചാർട്ട് പേപ്പറിൻ്റെ കഷ്ണം ഫിറ്റ് ചെയ്തതാണ്. എങ്കിലേ സ്കെയില് നമ്മളെ ചിത്രത്തിൽ നിന്ന് ലേശമൊന്ന് ഉയർന്നു നിൽക്കും, ഇല്ലെങ്കിൽ അവിടെ മഷി പടരാൻ സാധ്യതയുണ്ട്. ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അതൊന്ന് ചെയ്താൽ മതി. ഇതാ ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത് തടിച്ച പെർമനൻ്റ് മാർക്കറാണ്, ബ്ലാക്ക് ബോൾഡ് പെർമനൻ്റ് മാർക്കർ. അപ്പോൾ CD മാർക്കറല്ല, കുറച്ചും കൂടെ തടിച്ച് ഒരു വര കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. യെസ്. നിങ്ങളെ കയ്യിൽ ഈ ഈ തടിച്ച പെന്നില്ലെങ്കിൽ സാധാരണ CD മാർക്കർ കൊണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ച് പെന്ന് കൊണ്ടോ വരച്ചാൽ മതി, ഒന്ന് നിറം കൂടുതൽ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്കെയിലിൻ്റെ അടിവശത്ത് മഷിയായി കഴിഞ്ഞാൽ അത് പടരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ ഒരു പേപ്പർ, ഒരു സോള് പോലെ ഫിറ്റ് ചെയ്തത്. ഇപ്പോൾ ഈ സ്കെയിൽ ഉപയോഗിക്കുമ്പം സ്കെയിലിൻ്റെ അടിവശം ഒരിക്കലും ആ പേപ്പറിൽ തട്ടില്ല. ഇതാ ഉള്ളിലേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയാണ്. അടുത്ത ഘട്ടം ചെയ്യുമ്പോൾ നമ്മൾ ഈ തടിച്ച പെർമനൻ്റ് മാർക്കർ കൊണ്ട് എല്ലാ വരയും വരച്ചാൽ ഇത് ഈ രൂപത്തിലാണ് ഉണ്ടാകുക. ഇനി കളറിംഗ് ആണ്. കളർ ചെയ്യുമ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരുന്നത് ഓയിൽ ക്രയോണാണ്. ഓയിൽ ക്രയോണിൻ്റെ കൂട്ടത്തിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഓയിൽ ക്രയോൺ. അതുകൊണ്ട് കളർ കൊടുത്ത രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഉള്ളിലൊരു വെള്ളയുടെ പോർഷൻ ഒഴിവ് വരുന്ന രൂപത്തിലാണ് എല്ലാ കളങ്ങളും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കാരണം അതൊരു ആ 3D എഫക്റ്റുള്ള ചിത്രം ഒരു ലൈറ്റ് തട്ടി പിന്നെ തിളങ്ങുന്നത് പോലെയൊരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ സ്കെച്ച് പെന്നാവും ഉണ്ടാവുക, അല്ലെങ്കിൽ സാധാരണ പിന്നെ ക്രയോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ചില കുട്ടികളുടെ അടുത്ത് പിന്നെ മാർക്കറായിരിക്കും, കളർ മാർക്കറായിരിക്കും. പുതുതായിട്ട് കുറേ പേര് നമ്മളെ ബ്രഷ് പെൻ സെറ്റും വാങ്ങിയിട്ടുണ്ട്. ഇതിലേത് കളർ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ആ വരേൻ്റെ പുറത്തേക്ക് ഒരു കാരണവശാലും പിന്നെ ആയിപ്പോരുത്. അപ്പോൾ ഞാനിത് ഉള്ളിലൊരു വെള്ള ഒഴിച്ചിട്ടത് അതൊരു ഒരു പ്രത്യേക സ്റ്റൈലിൽ കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്കതുപോലെ കൊടുക്കാൻ പറ്റുകയും കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നിച്ച് കളർ അടിക്കുന്നുണ്ടെങ്കിൽ അതിനും വിരോധമൊന്നുമില്ല. അപ്പോൾ അധികം ഡാർക്ക് കളർ എടുത്ത് ചെയ്യാതിരിക്കുക. ഡാർക്ക് കളർ ഒന്നിച്ച് വന്നാൽ അതിന് ഭംഗി കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ലൈറ്റും ഡാർക്കുമായിട്ടുള്ള ഇത് ഓയിൽ ക്രയോണാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓയിൽ ക്രയോൺ എന്ന് പറയുന്നത് ക്രയോണിൻ്റെ കൂട്ടത്തിൽ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഡോംസിൻ്റെ ഒരു സെറ്റ്, അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇത് തന്നെ ബ്രഷ് പെൻ സെറ്റിലും നമുക്ക് ചെയ്യാം. അപ്പോഴും നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടുകൊണ്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. സ്കെച്ച് പെന്ന് കൊണ്ടാണെങ്കിലും അങ്ങനെയും ചെയ്യാം, മാർക്കർ കൊണ്ടാണെങ്കിലും. അതൊക്കെ കളറിങ് നിങ്ങളെ ഇഷ്ടത്തിന് വിടുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനം വരച്ചെടുക്കൽ തന്നെയാണ് അതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിലേക്ക് ഇനി ഇത് മാറ്റണം, വലുതാക്കി വരക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട. നമ്മൾ ഈ 2 സെൻറ്റിമീറ്റർ എടുത്തതിന് പകരം നിങ്ങൾ 4 സെൻറ്റിമീറ്റർ എന്നുള്ള ആ അളവ് മാത്രം മാറ്റിയാൽ മതി. 2ന് പകരം 4, ബാക്കിയൊക്കെ ഇത് തന്നെ. കോണളവിന് മാറ്റമില്ല, അത് 45, 90, 135, 180 എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ വരച്ചെടുക്കുക. വരച്ച ചിത്രങ്ങൾ വാട്സപ്പിലൂടെ എനിക്ക് അയച്ചു തരിക. അപ്പോൾ ചാനൽ പുതുതായി കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മറ്റു കൂട്ടുകാരിലേക്കും അയച്ചു കൊടുക്കുക.